എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലൊക്കെ കണ്ടു പവിത്രയുടെ കള്ള ഗർഭം അങ്ങോട്ട് പൊളിയുവാണ്. പക്ഷെങ്കിൽ അരുണിന് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം പവിത്ര താൻ സംശയിച്ച് വെറുതെ ആയിപ്പോയി. അവളുടെ വയറ്റിൽ ഗർഭമില്ല. പക്ഷേങ്കിൽ പവിത്രയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മോഹിനി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കുറ്റപ്പെടുത്തുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മോഹിനി പറഞ്ഞു, എന്നാലും നീ കുറച്ച് കടന്ന കൈയായി പോയിട്ടോ പവിത്ര എന്ന് പറയാം. അമ്മ എന്നോട് ക്ഷമിക്കാൻ പറയണം. വേണ്ട, നീ എന്നോട് കൂടുതൽ പറയണ്ട. ഞാൻ എത്രമാത്രം പ്രതീക്ഷയോടെ കാത്തിരുന്നേന്ന് പറയാം. ഇത് കേട്ടതും അരും പറഞ്ഞു, അമ്മ അവളെ ചീത്ത പറയണ്ട. കാരണം അവളുടെ കുഴപ്പമല്ല, അവൾക്ക് കുഞ്ഞുണ്ടാത്തെ എൻ്റെ കുഴപ്പമാണ്. ഇതെന്നോട് ഡോക്ടർ പറഞ്ഞ ആ സമയം മുതൽ ഞാൻ പവിത്രനെ എത്രമാത്രം തെറ്റിദ്ധരിച്ചെന്നറിയാവോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറ്റക്കാരൻ ഞാനാന്ന് പറയണം. ഇത് കേട്ടത് മോഹിനി പറഞ്ഞു, അല്ല അത് പിന്നെ അരുണേ, ഇനി ഈ കാര്യം പറഞ്ഞ പവിത്രനെ അമ്മ വേദനിപ്പിക്കരുതെന്ന് പറയാം. ഒരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ മോന് തന്നെയല്ലേ കുഴപ്പമില്ല, എന്നാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പവിത്രയെ ചേർത്ത് പിടിക്കുകയാണ്. പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ അരുൺ ഒരു കാര്യം പറഞ്ഞു, പക്ഷെ ആ കനകമ്മ ഉണ്ടല്ലോ, അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മോഹിനി ശരിയാ, എല്ലാത്തിനും കാരണം അത് അവരൊറ്റ എടുത്തിയാ. അവർ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അവരെ ഞാനും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പവിത്ര അങ്ങോട്ട് കയറി പോണ സമയത്ത് കനകമ്മ ഓടി വന്നിട്ട് ചോദിച്ചു, എങ്ങനെയായി പവിത്ര മോളെ, കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ എന്ന് ചോദിക്കണം. ഇത് കേട്ടൻ പവിത്ര ഒന്നും മിണ്ടിയില്ല. ഈ സമയം പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ടെന്നേ, കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓക്കെ ആക്കാന്ന് പറയണം. ഇനിയിപ്പം കുറച്ചാൾ കഴിയുമ്പോഴത്തേനും വയറ്റി കിടക്ക് കുഞ്ഞു പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്നായിട്ട് എന്തെങ്കിലും കാണിച്ചങ്ങോട്ട് അഭിനയിച്ചാൽ മതി. അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാവും എന്നൊക്കെ പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അരുണ് കയറി വന്നു. അരുണ് കയറി വന്നിട്ട് ചോദിച്ചു, എന്താ കനകമ്മേന്ന് ചോദിക്കുക. ഒന്നുമില്ല അനുമാനെന്ന് പറയണം. അതെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു പറയാം. അല്ല കനകമ്മയുടെ പെട്ടിയും ബായും ഒക്കെ അടിക്കൊള്ളാൻ പറയണം. അയ്യോ എന്തിനാ മോനെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കണം. കാര്യം എന്താന്നൊക്കെ പറഞ്ഞുതരാം, മര്യാദയ്ക്ക് പോയി അതെങ്കിലും അടുക്കി പെറുക്കി വെക്കാൻ പറയണം. ഇന്നത്തോടു കൂടി നിങ്ങളുടെ സേവനം ഇവിടെ നിർത്തിയാക്കാൻ പറയണം. അപ്പോഴേക്കും മോഹിനിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മോഹിനി വന്നിട്ട് പറഞ്ഞു, എന്നാലും നിങ്ങൾ ഇത്ര വലിയ ചതി ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ ഈ കുടുംബത്തിൽ നിന്നിട്ട് ഇവിടെ ചോറിനിട്ട് ഞങ്ങൾക്കിവിടെ തന്നെ പണി തന്നില്ലേ. പവിത്ര ഒരു പൊട്ടി ആയതുകൊണ്ട് അവളെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് കുറേ പണവും സ്വർണവും ഒക്കെ നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ. നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ഒരു നിമിഷം കനക പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ വേണ്ട, ഗൗതമിനോട് പറയാൻ പോവാ. ഗൗതമിനോട് പറഞ്ഞ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ, നിങ്ങളെ പിടിച്ച് ജയിലിൽ കൊണ്ടുവിടുമെന്ന് പറയാം. ഇത് കേട്ടോ കനകം പറഞ്ഞു, ദൈവത്തെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന് പറയണം. അറിവില്ലായ്മ പോലും ഇനി ഒരു നിമിഷം പോലും നിങ്ങൾ ഇവിടെ നിൽക്കരുതെന്ന് പറയണം. ഇത് കേട്ടതും ആരും പറഞ്ഞു, അത് ശരിയാ, നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ് ഇതേ ഈ കുടുംബത്തിനെ മൊത്തത്തിൽ നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ച് നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതിയോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പവിത്രയുടെ നിന്ന് എത്ര രൂപ വാങ്ങിച്ചെടുത്തേ, അതും പോരാഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പവിത്രയുടെ മോതിരം എന്തൊക്കെ സാധനം മേടിച്ചെടുത്തേന്ന് ചോദിക്കാം. അത് പിന്നെ കുഞ്ഞൊരു അബദ്ധം പറ്റിയതാ. അബദ്ധം മര്യാദയ്ക്ക് അതൊക്കെ എടുത്തു കൊടുത്തണം, ആ മോതിരം കൊണ്ടുവന്ന് കൊടുത്തണം. ഒരാഴ്ചത്തെ സമയം തരും, അതിനുള്ളിൽ തന്നെ കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ അകത്ത് പോയി കിടക്കുമെന്ന് പറയണം. അവസാനം കനകമ്മ പറഞ്ഞു, ഞാൻ കൊണ്ടേ കൊടുത്തോളാം, എന്നെ ദൈവത്തെ ഓർത്ത് പോലീസിൽ ഏൽപ്പിക്കരുത് അങ്ങനെയൊക്കെ പറയണം. അവസാനം കനകമ്മേനെ അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ്. കനകമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും പവിത്രയുടെ കൈ പിടിച്ചിട്ട് അരുണ് മുറിയിലേക്ക് കേട്ട് പറഞ്ഞു, അതെ നീ ഇനി ഇങ്ങനത്തെ വേഷം കൊണ്ടൊന്നും നടത്തേണ്ട കാര്യമില്ല. അറിയാലോ നമുക്കൊരു കുഞ്ഞിനെ ദൈവം തരണമെന്ന് പറയണം. എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാ, നമുക്ക് ചികിത്സയൊക്കെ തുടരാന്ന് പറയണം. ഇത് കേട്ടതും പവിത്രയ്ക്ക് സങ്കടമായി. പവിത്ര അരുണേട്ടാന്ന് പറഞ്ഞ് അരുണിനെ കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം അരുൺ പറഞ്ഞു, ഞാൻ എത്രമാത്രം നിന്നെ സംശയിച്ചെന്നറിയാവോ. ഞാൻ കരുതി നിനക്കൊരു കാമുകനുണ്ടായിരിക്കുമെന്ന്, അങ്ങനെയായിരിക്കും നീ ഗർഭിണിയായിരിക്കുമെന്ന്. കാരണം എൻ്റെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണ്ടേ. ഒരിക്കലും എനിക്കൊരു അച്ഛനാനെ പറ്റില്ല എന്ന് ഡോക്ടർ വിധി എഴുതിയതാ. കാരണം ഇനി അത് അങ്ങനെ അച്ഛനാവണമെങ്കിൽ തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഏതൊരു ഭർത്താവിനെ സഹിക്കാൻ പറ്റുന്നേ. എൻ്റെ മാനസികാവസ്ഥ എന്തായാലും അറിയാമെന്നൊക്കെ ചോദിക്കുക. സോറി അരുണേട്ടാന്നൊക്കെ പറയണം. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് പരിഹരിക്കുകയാണ്. പിന്നീടാണ് ലക്ഷ്മി അമ്മ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. കാരണം പവിത്ര പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം, പവിത്ര കള്ളത്തരം പറഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയ്ക്കും ജഗന്നാഥനൊക്കെ ഭയങ്കര വിഷമമായി. അപ്പം ജഗന്നാഥൻ വന്നിട്ട് പറഞ്ഞു, അപ്പം ഇതായിരുന്നല്ലേ കാര്യം, എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല എന്ന് പറയണം. ഇത് കേട്ട മോഹിനി പറഞ്ഞ്, എന്ത് ചെയ്യാൻ പറ്റും, അവൾ അങ്ങനെയൊരു ഡ്രാമ കളിച്ച് നമ്മളാരും ഇത് അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, കഴിയാനുള്ള കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, വരാനുള്ളത് വന്നു, ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ദൈവമായിട്ട് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ കൊടുക്കട്ടെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഡ്രാമ കളിക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് പവിത്രയ്ക്ക് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ജഗന്നാഥന് ഭയങ്കര വിഷമമായിരുന്നു.
അരുണിൻ്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പവിത്രനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുഴപ്പം അരുണിനാണല്ലോ. അതുകൊണ്ട് പവിത്രനെ ഇറക്കി വിടാനോ കുറ്റം പറയാനോ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം അവർ പിന്നെ കൂടുതലൊന്നും പറയാൻ പോയില്ല. ആ സമയം നന്ദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഏത് സമയത്താണ് ഗൗതം സാർ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല, ഗൗരിമോളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നന്ദയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗതം മോളെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ ഗൗതത്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോൾക്ക് ഭയങ്കര സന്തോഷമായി. വെറും വരെ വാരുന്നില്ല, ഗൗരിമോൾക്കുള്ള കുറേ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഗൗതം വരുന്നത്. അങ്ങനെ ഗൗരിമോളെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഉടുപ്പൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. മോൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. ആ സമയം നന്ദ അങ്ങോട്ടേക്ക് ചെന്ന് പോലുമില്ല. ഗൗരിനെ വിളിച്ച് അവളുടെ അച്ഛൻ സംസാരിക്കുന്ന സ്ഥലത്ത് എനിക്ക് എന്താ കാര്യം എന്ന് ഓർത്തുകൊണ്ട് നന്ദ അങ്ങോട്ട് മാറി നിൽക്കുകയോ ചെയ്തേ. പിന്നീട് ഗൗരിയോട് പറഞ്ഞു, ഇങ്ങനെ നോക്കിയേ മോൾക്ക് ഈ ഉടുപ്പും കളറൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു പപ്പ എന്ന് പറയണേ. കാരണം കുഞ്ഞിൻ്റെ വിചാരം തന്നെ ദത്തെടുത്തിരിക്കുന്നതല്ലേ, അപ്പോൾ തൻ്റെ പപ്പയല്ലേ, അതുകൊണ്ട് ഇനി പപ്പ എന്ന് വിളിക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, മോളെ ഈ ഉടുപ്പിടാന്ന് പറയണം. മോളെ അച്ഛൻ ഉടുപ്പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഉടുപ്പിടിക്കണം. നല്ല ഭംഗിയുടെ ഇളം റോസ് കളറുള്ള ഒരു ഉടുപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു ഏഞ്ചലിനെ പോലെ ഉണ്ട് ഗൗരിമോളെ കാണാനായിട്ട്. ഗൗതം അത് പറയുകയും ചെയ്തു. ഇപ്പം എൻ്റെ മോള് നല്ല സുന്ദരി ആയിട്ടുണ്ടെന്ന് പറയണം ഈ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് ഗൗരി പറഞ്ഞു, അതെ ഞാനിത് അമ്മയെ കൊണ്ട് കാണിക്കട്ടെ എന്ന് പറയണേ എന്ന് പറഞ്ഞു ഓടി ഗൗരിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഇങ്ങോട്ട് നോക്കാമേ എങ്ങനെയുണ്ട് കൊള്ളാവോന്ന് ചോദിക്കണം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്കാണ് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. നന്ദ പറഞ്ഞു, അല്ല നീ ഇതൊക്കെ എന്തിനാ വാങ്ങിയെന്ന് ചോദിക്കുക. ഇതെൻ്റെ പപ്പ കൊണ്ട് തന്നല്ലേ, പിന്നെ എനിക്ക് എന്താ വാങ്ങിയാലെന്നൊക്കെ ഗൗരിമോള് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് ഗൗരവ് ഞാനൊന്ന് കണ്ണാടി നോക്കിയിട്ട് വട്ടേന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടി പോവാണ്. ആ സമയം ഗൗതം അങ്ങോട്ട് കയറി വന്നു. ഗൗതത്തിനെ കണ്ടത് നന്ദയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അല്ല ഗൗതം സാർ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താ അവൾക്ക് എന്തിനാ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തതെന്ന് ചോദിക്കും. അതെ എൻ്റെ മോൾക്ക് ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കും. വേണ്ട, ഇങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും കൊടുത്ത് അവളെ വെറുതെ ഇങ്ങനെ പ്രലോഭിപ്പിക്കണ്ട, അവളുടെ മനസ്സിൽ ആശ കയറ്റണ്ടെന്ന് പറയും. അത് പറയാൻ നീ ആരാന്ന് ചോദിക്കുക. ഇത്രയും കാലം എൻ്റെ കുഞ്ഞിനെ എന്നെ ഒന്ന് മറച്ചു വെച്ചതും പോരാ, ഇപ്പം എന്നോട് അധികാരം കാണിക്കാൻ വരണമെന്ന് ചോദിക്കുക. അവളോട് ഇതുവരെയായിട്ട് സത്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവളുടെ മനസ്സിലെ വിചാരം അവളെ ഞാൻ ദത്തെടുത്തുകൊണ്ടാണ് ഇങ്ങനെ സ്നേഹമൊക്കെ കാണിക്കുന്നതെന്നാ. പക്ഷെ അല്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ നിന്നെ അവൾ ശരിക്കും വെറുക്കും. കാരണം ഇത്രയും കാലം സത്യങ്ങളൊക്കെ മറച്ചു വെച്ചേനെ. ഇത് കേട്ടത് നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോഴേക്കും ഗൗരി അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, അല്ല പപ്പ വേറെ ഉടുപ്പില്ലേ, അത് ഞാൻ ഇട്ട് കാണിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വേറെ ഡ്രസ്സ് പോയി ധരിച്ചുകൊണ്ട് വന്നിട്ട് നന്ദയെ കാണിക്കുകയാണ്. നന്ദയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇനിയിപ്പം ഗൗതം സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഗൗരി പക്ഷെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പിന്നീട് ഗൗരിയോട് ഗൗതം പറഞ്ഞു, അതെ നമുക്കൊരു കാര്യം ചെയ്തല്ലോ, വീട്ടിലേക്ക് പോയല്ലോ, നന്ദുമോനെ കാണണ്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും നന്ദയിലൊരു ഞെട്ടലുണ്ടായി. പെട്ടെന്ന് ഗൗരി പറഞ്ഞു, എനിക്ക് നന്ദുവിനെ കാണണം പപ്പ, ഞാനും അങ്ങോട്ട് വരട്ടേന്ന് ചോദിക്കണം. മോളെ ഞാൻ കൊണ്ടുപോകാന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, വേണ്ട ഗൗരി നീ പോകണ്ടെന്ന് പറയാം. അതെന്തമ്മ അങ്ങനെ പറയണേ, ഞാൻ അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. എനിക്ക് നന്ദുവിനെ കാണാൻ ആഗ്രഹമില്ലേ, എനിക്ക് പോകണമെന്നൊക്കെ പറയണം. അങ്ങനെ ഗൗരി വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് വിടാതിരിക്കാൻ പറ്റില്ല. കാരണം ഇനി വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വന്തം അച്ഛനാന്നുള്ള കാര്യം ഗൗതം പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് അവസാനം നന്ദ വിടുവാണ്. നന്ദ ഗൗരിനെ വിട്ട് കഴിഞ്ഞപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നന്ദുമോനെ കാണാം, കുറേ സമയം അവൻ്റെ അടുത്തിരിക്കുക, അവനുമായിട്ട് കളിക്കുക, ആ ഒരു ചിന്ത മാത്രം അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ സമയം ഗൗതത്തിനാണെങ്കിൽ എന്തോ കീഴടക്കിയ മട്ടായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നുള്ള കാര്യം ലക്ഷ്മിയമ്മയോട് വിളിച്ചിട്ട് പറയണം. ഈ സമയം ലക്ഷ്മിയമ്മ എന്ത് ചെയ്യണം, അതെല്ലാവരോടും പറയണം, അതെ ഗൗരിമോൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഗൗതത്തിൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരുന്നതല്ലേ, അപ്പോൾ അതിന് വേണ്ടി സ്വീകരണം കൊടുക്കണ്ടേ, അവളെ വെറുകയോടെ കയറ്റി വിട്ടാൽ പോലെ നിലവിളൊക്കെ കൊളുത്തി വേണം അവളെ അകത്തേക്ക് കയറ്റാനായിട്ട്. ഇന്ത്യവരത്തിലെ അവകാശമല്ലേ, ഇന്ത്യവരത്തിലെ ചോരയിലെ വരാൻ പോണേ. നന്ദു ഉണ്ടെങ്കിലും അത് ദത്തുപുത്രനാണല്ലോ എന്നൊരു ചിന്ത ലക്ഷ്മിയമ്മയുടെയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പിങ്കിക്ക് സഹിച്ചില്ല. പിങ്കിക്ക് സങ്കടമായിപ്പോയി. കാരണം നന്ദുവിനെ മാറ്റി നിർത്തുന്ന പോലൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്കും വരുവാണ്. കാരണം ഗൗരി വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മയുടെ മുഖത്തൊക്കെ ഉണ്ടായ ആ സന്തോഷം കാര്യങ്ങളൊക്കെ. പിന്നീട് ഗൗരിയും കുട്ടിയും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ നിലവിളക്കൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ അവർ വന്നങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഗൗരിയുടെ കയ്യിൽ വിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അതെ മോളിത് കൊണ്ടുപോയി പൂജാമുറി കൊണ്ടുപോയി വെക്കണം എന്നൊക്കെ പറയാണ് പ്രാർത്ഥിച്ചിട്ട്. ഇതെന്താന്ന് ചോദിക്കണം. അതെ മോളെ ദത്തെടുത്തിരിക്കുമല്ലേ, അപ്പം ഇങ്ങനെയൊക്കെയാന്ന് പറയണം. ശരിക്കും ഗൗരി അത് വിശ്വസിക്കുകയും ചെയ്തു. ഗൗരി അങ്ങനെ വിളക്കൊക്കെ ആയിട്ട് അകത്തേക്ക് കയറിയിട്ട് അത് പൂജാമുറിലേക്ക് കൊണ്ടുപോയി വെക്കുവാണ്. ഈ സമയം പിങ്കിക്ക് നല്ല സങ്കടം വന്നു. ഇതെല്ലാം കണ്ട് നന്ദുമോൻ അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പൂജാമുറി കൊണ്ടുപോയി വിളക്ക് വെച്ചിട്ട് നന്ദുവിൻ്റെ അരിയിലേക്കാണ് ഗൗരി ഓടി വരുന്നത്. പിന്നീട് നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഓരോ വിശേഷങ്ങളൊക്കെ പറയാണ്. കാരണം ഗൗരിക്ക് സന്തോഷമായി. ഇനിയിപ്പോഴേ നമ്മൾ രണ്ടുപേരും
പപ്പയുടെ മക്കളാന്ന് പറയാണ്. ഞാനും അതെ നീയും അതെ എന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് സന്തോഷമായെന്നൊക്കെ പറയാം. അവരുടെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിനും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ സമയത്ത് നെഞ്ചു പടിഞ്ഞ ഒരാളുണ്ടായിരുന്നു, നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു മോള് പോയതിന് ശേഷം. അതിനുശേഷം പിങ്കിയെ വിളിക്കുകയാണ്. പിങ്കിയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. എനിക്ക് എൻ്റെ മോളില്ലാതെ പറ്റില്ല, എങ്ങനെ എനിക്ക് എൻ്റെ മോളെ വിട്ടുതരാൻ ഗൗതത്തിനോട് പറയണം, അവളെ കാണാനായിട്ട് ഇങ്ങനെ അടിക്കടി വരലെന്നൊക്കെ പറയണം എന്നൊക്കെ പറയാണ്. പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഇതും പറഞ്ഞിട്ട് ഗൗതത്തിനടുത്തേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഗൗതം ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് അറിയാം. എന്നാലും പറയാതിരിക്കാൻ പറ്റില്ലോ. പിന്നീട് ഗൗതത്തിനോട് ഒന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന മോശമായിട്ടുള്ള കാര്യമാണ്, നന്ദയ്ക്ക് അവളെ വിട്ടുകൊടുത്തേരെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ഗൗതം സംഭവിച്ചില്ല. എൻ്റെ മോളാണ്, എൻ്റെ മോളെ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, കൂടുതൽ ആരുടെ ഉപദേശങ്ങളും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും പിങ്കിക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. പിങ്കിക്ക് ഒരു കാര്യം മനസ്സിലായി, ഗൗരിയുടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നന്ദുമോനെ മിക്കവാറും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. കാരണം നന്ദു ദത്തുപുത്രനാണല്ലോ. ഇനി പോകെ ഗൗരിയോടായിരിക്കും ഈ കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹം കൂടുതൽ. കാരണം ഇന്ത്യവരത്തിലെ ചോരയായതുകൊണ്ട് തൻ്റെ മോനെ എല്ലാവരും തള്ളിക്കളയുള്ളൂ എന്നൊരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഒരു കാര്യം തീരുമാനിച്ചു. ഗൗരിയെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം. ഗൗരിയെ പറഞ്ഞു വിടാന്ന് പറഞ്ഞാൽ ഗൗരി ഇങ്ങോട്ട് ഇനി വരാൻ പാടില്ല. നന്ദയും ഗൗരിയും കൂടി ഇവിടെ നിന്ന് തന്നെ പോകണം. ശാന്തിപുരത്തിനെങ്കിൽ ശാന്തിപുരത്ത് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയാവുള്ളൂ എന്ന് ചില തീരുമാനങ്ങളൊക്കെ പിങ്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. കാരണം നന്ദയെ വേണ്ട ഗൗതത്തിന്, മോളെ വേണം. അതിപ്പോഴും നടക്കുന്ന കാര്യമാണോ? കാരണം പിങ്കിയെ വെച്ചുകൊണ്ടിരുന്നിട്ട് നന്ദ മോളെ ഒരു കാരണവശാലും വിട്ടുകൊടുക്കാണ്ട് തയ്യാറാവില്ല. അല്ലെങ്കിൽ തന്നെ നന്ദയ്ക്ക് ഗൗതത്തിനോടൊപ്പം ഒരു ജീവിതം വേണ്ട, തനിക്ക് തൻ്റെ മോള് മാത്രം മതി എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്ദയുടെ മനസ്സിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും. നന്ദ ഇനി ഇന്ത്യവരത്തിലേക്ക് വരുമോ, അതോ ഇനി പിങ്കി ഇന്ത്യവരത്തിൽ നിന്ന് പുറത്തു പോകുമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.